എല്ലാ രാജ്യത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ടകളാണ്. ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നു എന്നതാണ് സംസ്കാരമുള്ള ഒരു സമൂഹത്തിൻ്റെ അടയാളം. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ഭാഷയോ മതമോ വംശമോ ഏതെങ്കിലും വിധത്തിൽപ്പെട്ട മൈനോറിറ്റിയെ സംരക്ഷിക്കുന്നു എന്നതാണ്. നമ്മുടെ ഭരണഘടനയുടെയും വലിയൊരു താല്പര്യം അങ്ങനെയുള്ള മൈനോറിറ്റിയെ സംരക്ഷിക്കണം, തുല്യ അവകാശമുണ്ടാവണം എന്നതാണ്. അത് നാൾക്ക് നാൾ കവർന്നെടുക്കപ്പെടുകയും മൈനോറിറ്റി, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. അതിനെ മറികടക്കേണ്ടത് നിയമപരമായും രാഷ്ട്രീയമായിട്ടുമാണ്, വൈകാരികമായിട്ടല്ല. നിയമപരമായും രാഷ്ട്രീയമായും അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവാൻ, ഈ സമൂഹത്തിന് അന്തസ്സോടുകൂടി ജീവിക്കുവാൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവാൻ അതും നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അക്രമികൾ എല്ലാ കാലത്തും നിലനിന്നിട്ടില്ല. ചരിത്രം നോക്കിയാൽ അറിയാം, വലിയ വലിയ അക്രമം ചെയ്ത ആളുകൾ, വലിയ വലിയ സ്ഥാനത്തുള്ള ആളുകൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒന്നുമല്ലാതെ ആയിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു നിരാശയുമില്ലാതെ, യാതൊരു വികാരത്തിനും അടിമപ്പെടാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായും രാഷ്ട്രീയപരമായുമുള്ള പരിഹാരമാണ് വേണ്ടത് എന്ന്. അതിന് ഏറ്റവും നമ്മുടെ മുമ്പിലുള്ള സമയം ഇത് തന്നെയാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.